വർഗീയതയ്ക്കെതിരായ സമസ്തയുടെ നിലപാട് സാമൂഹ്യ പ്രസക്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കേന്ദ്ര സർക്കാർ ഇന്ത്യയുടെ വൈവിധ്യം തകർക്കുകയാണെന്നും ഒന്നിച്ചു നിന്ന് ചെറുത്തു തോൽപ്പിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. സമസ്തയാകട്ടെ ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരെ വിട്ടുവീഴ്ചയില്ലാതെ നിലകൊണ്ടു. ഇന്ത്യയുടെ ബഹുമത ഘടനയും ബഹുസ്വര സാംസ്കാരിക പൈതൃകവും തകർക്കാനുള്ള നീക്കങ്ങൾ ഇവിടെ നടക്കുന്നുവെന്നത് ഗൗരവമായി കാണേണ്ടതുണ്ട്. അരുൺ പാറക്കൽ കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. അരുൺ, ഒരു ഐക്യ ആഹ്വാനമാണ് ജഫ്രി തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ പുറത്തുപോയവർ തിരിച്ചു വരണമെന്ന് ആവശ്യമുന്നയിക്കുന്നുണ്ട്. പേര് പറയാതെ ഈ പറയുന്നത് കാന്തപുരം വിഭാഗത്തെ തന്നെയാണ്. അമൃത, സംസ്ഥയുടെ അന്താരാഷ്ട്ര 100ാം വാർഷികത്തിന്റെ ഭാഗമായുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിലാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ഒക്കെ പരാമർശങ്ങളുള്ളത്. സമസ്ത വിട്ടവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണമെന്നൊരു ആവശ്യം ജിഫ്രി മുത്തുക്കോയ തങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. മുസ്ലിം സമുദായത്തിന്റെ വിശ്വാസപരമായ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് സമസ്തയാണ്. സമസ്ത വിളിച്ചപ്പോൾ തന്നെ സമുദായം മുഴുവൻ കാസർഗോഡ് വന്നു. സമസ്ത ഒരു സ്ഥലത്ത് പോകേണ്ടെന്ന് പറഞ്ഞാൽ സമുദായത്തിലെ ആരും തന്നെ അങ്ങോട്ട് പോകേണ്ടതില്ല. അതുകൊണ്ട് ഈ സുന്നി വിഭാഗത്തും, അതായത് സമസ്ത വിട്ടുപോയ ആളുകളൊക്കെ തന്നെ തിരിച്ചു വരണമെന്ന് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നുണ്ട്. സമസ്തയിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ ആ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിക്കണമെന്നും പറയുന്നുണ്ട്. സുന്നി ലൈനത്തിന് ഒരു തുറന്ന മനസ്സ് അത് സമസ്ത തുറന്നിടുകയാണ്. പേര് പറയാതെയാണ് ഈ സ്വാഗതമൊക്കെ ചെയ്തിരിക്കുന്നത്. മറ്റൊന്ന് മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ജമാഅത്ത് ഇസ്ലാമിയെ പരോക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി. മതരാഷ്ട്രവാദം ഒരിക്കൽ പോലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സമസ്തയുടെ വേദിയിൽ പറഞ്ഞിരിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ നവോത്ഥാന ചരിത്രത്തിലെ ഒരു ഘട്ടമാണ് സമസ്തയുടെ 100 വർഷങ്ങൾ. സമസ്ത ഭീകരവാദത്തിനും തീവ്രവാദത്തിനുമെതിരായി നിലകൊണ്ടു എന്ന് മുഖ്യമന്ത്രി ചൂണ്ടിക്കാണിച്ചു. ഒപ്പം ഈ എല്ലാ മതത്തിലെയും ന്യൂനപക്ഷ വിഭാഗത്തിലെ മതനിരപേക്ഷവാദികൾ വർഗീയതയ്ക്കെതിരെ ഒരുമിച്ച് നിൽക്കണമെന്ന് കൂടി മുഖ്യമന്ത്രി പറയുന്നുണ്ട്. വർഗീയതയ്ക്കും മതരാഷ്ട്രവാദത്തിനുമെതിരെ ഒരുമിച്ച് നീങ്ങാമെന്നും മുഖ്യമന്ത്രി സമസ്ത വേദിയിൽ പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും മുസ്ലിം ലീഗ് സംസ്ഥാന അധ്യക്ഷൻ സാദിഖ് അലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും ഒക്കെ ഒരുമിച്ച് വേദി പങ്കിട്ടു എന്നതും ഈ സമസ്ത വേദിയുടെ പ്രത്യേകതയാണ്. ഇപ്പോഴും സമ്മേളനം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഇനിയും പ്രസംഗിക്കാനുണ്ട്. അമൃത. അരുൺ പാറക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.